ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു സ്മൂത്തി വളരെയധികം നേരം നമുക്ക് വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ആണ് തരുന്നത്. കഴിക്കാൻ നല്ല രുചിയുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. സ്മൂത്തി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓട്സ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റോൾഡ് ഓട്സ് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് ഓട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഓട്സ് ആദ്യം തന്നെ ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷമാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓട്സ് നല്ലതുപോലെ കഴുകി വെള്ളം മാറ്റിയതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈന്തപ്പഴമാണ്. ഇവിടെ ഒരു 4 ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞെടുത്ത ഈന്തപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 7 ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ നട്ട്സും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പാൽ നല്ലതുപോലെ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മളിത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്തി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പഴം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. സീസണലായിട്ട് കിട്ടുന്ന ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വറുത്ത പീനട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സ്മൂത്തിയുടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 പിഞ്ച് കറുവാപ്പട്ട പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കറുവാപ്പട്ട പൊടി കയ്യിലില്ല എങ്കിൽ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇതിലേക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താലും മതി. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത നല്ലതുപോലെ പഴുത്ത പഴത്തിന്റെയും ഈന്തപ്പഴത്തിന്റെയും മധുരമാണ് ഈ സ്മൂത്തിക്ക് കിട്ടുന്നത്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം സ്മൂത്തി ഈ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.